കഴിഞ്ഞ ദിവസം സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. സ്കൂളിലെ അധ്യാപകരെ സാർ, മാഡം, മിസ് എന്ന വിളി വേണ്ട, ഇനി ടീച്ചർ എന്ന് എല്ലാവരെയും വിളിച്ചാൽ മതി എന്നാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. എന്തായാലും അത് സ്വാഗതം ചെയ്യുകയാണ്. അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും പൊതുവായി അത് സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പലപ്പോഴും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ പുരുഷന്മാരായ അധ്യാപകരെ എന്ത് അഭിസംബോധന ചെയ്യുക, അവരെ പിന്നെ ടീച്ചർ എന്ന് വിളിക്കുന്നത് ഒരു ശരിയാണോ? അവരെ നമ്മൾ പലപ്പോഴും സാർ എന്ന് വിളിക്കും. അതേസമയം അധ്യാപികമാരെ ടീച്ചർ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഒരു ശീലമുണ്ടോ? മലയാളത്തിൽ അത് വളരെ കൃത്യമായി അധ്യാപകൻ, അധ്യാപിക എന്നൊക്കെ പറയാമെങ്കിലും ഈ ഭാഷാപരമായ ഒരു പ്രശ്നം കൂടിയാണത്. എന്തായാലും ആ ഒരു റിപ്പോർട്ടിലേക്ക്, ഇതിനോടുള്ള അധ്യാപകരുടെയും ഒക്കെയുള്ള ഒരു പ്രതികരണം, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒന്ന് നോക്കാം. എന്താ പറഞ്ഞത്? കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞത്? അപ്പൊ സാറിന് എന്താ അർത്ഥം? സാറിന് ഒരു ബഹുമാന സൂചിയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഒരു അധ്യാപകനെ എന്താ വിളിക്കേണ്ടത്? എന്താ വിളിക്കുന്നത്? അപ്പൊ പുരുഷ അധ്യാപകനാണെങ്കിൽ എന്ത് വിളിക്കും? സാറാണ്. ഒരു വനിതാ അധ്യാപകനാണെങ്കിലോ അധ്യാപിക ടീച്ചർ. ടീച്ചർക്ക് പറയാൻ എന്താ വിളിക്കാറ്? മാഷെന്ന് വിളിക്കാറല്ലേ? അതെ, അതൊരു ശരിയായ പ്രയോഗമല്ല. അപ്പൊ ടീച്ചറിന് വിളിച്ചെന്താ ഉറപ്പ് തന്നെ? ഞാൻ പെണ്ണല്ലാന്നാ പറഞ്ഞു. അങ്ങനെയാണോ? എനിക്ക് ഒറ്റ വാക്കുകളുള്ളൂ ഇംഗ്ലീഷിൽ. ഏതാ വാക്ക്? ടീച്ചർ. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഇംഗ്ലീഷിൽ ഒറ്റ വാക്കുള്ളൂ. ഏതാണ്? നമ്മൾ മലയാള ഭാഷയിലാണ് ഇത് ഒരു പ്രയാസപ്പെട്ട അല്ലെങ്കിൽ ഒരു തെറ്റായി നമ്മൾ ഉപയോഗിക്കുകയാണ്. ശരിക്കും മാഷ് എന്നൊരു വാക്കില്ല. മാസ്റ്റർ എന്നാണ് വാക്കിന് പറഞ്ഞു പറഞ്ഞിട്ടായിരിക്കാം ഇംഗ്ലീഷിലായിട്ടുള്ള മാഷ്. അപ്പോ ഇപ്പോ നമ്മുടെ ഒരു ബാലാവകാശ കമ്മീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്താ ഉത്തരവ് അറിയോ? അധ്യാപകരെ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആരെ അധ്യാപകനാണെങ്കിൽ എന്ത് വിളിച്ചാൽ മതി? അപ്പൊ നമുക്ക് ആ തീരുമാനം എടുക്കല്ലേ? എന്ത് തീരുമാനം എടുക്കും? ഇന്ന് മുതൽ അധ്യാപകരെ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മൾ എന്ത് വിളിക്കും? പുതിയ മാറ്റം കണ്ടില്ലേ? കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യാപകരെ ടീച്ചർ, സാർ എന്ന് വിളിക്കേണ്ട, ടീച്ചർ എന്ന് വിളിച്ചാൽ മതി എന്നുള്ള ഉത്തരവിറക്കിയത്. ക്ലാസ് മുറികളിൽ അതിൻ്റെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഇനി എല്ലാവരും ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നാണ് ക്ലാസ് മുറികളിലേക്ക് വിളിച്ചു തുടങ്ങുന്നത്. നമ്മൾ കണ്ടത് പാലക്കാട് മോയൻ സ്കൂളിലെ അവിടുത്തെ ക്ലാസ് കുട്ടികളോടാണ് HM കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന് കാരണക്കാരനായ ഒരാളെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ബോബൻ മാട്ടുമന്തയാണ് ഇതിന് തുടക്കം കുറിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷന് കത്തയച്ചിട്ടുള്ളത്. ബോബൻ ഒരു മാറ്റം തുടങ്ങി. കാരണം നിരന്തരം എഴുതി വന്നിട്ടുള്ളൊരു മാറ്റമാണ്. എന്തായാലും ലിംഗവ്യത്യാസം വ്യക്തമാക്കാത്ത രീതിയിൽ തന്നെ എല്ലാവരെയും ടീച്ചർ എന്ന് വിളിക്കാനുള്ള ഉത്തരവ് ഇറങ്ങി കഴിഞ്ഞു. എന്താണ് പറയാനുള്ളത്? ഈ ഉത്തരവ് നമ്മുടെ സമൂഹത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമുണ്ടാക്കും. അത് എന്തുകൊണ്ടാണ് ആ പോസിറ്റീവായ മാറ്റം എന്നത്, നമ്മൾ ആൺപെൺ വേർതിരിവിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് പ്രാഥമിക വിദ്യാലയങ്ങളിൽ നിന്നാണ്. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ, നമ്മൾ കോളേജിലെത്തുമ്പോൾ അത് മിസ്, മാം എന്നുള്ള 2 വാക്കുകൾ കൂടി അഡീഷണലായിട്ട് ചേരുകയാണ്. അവിടെ നിന്ന് നമ്മൾ ജീവിതയാത്രയുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് വിട്ട് പുറത്തിറങ്ങിയാൽ പിന്നെ മരണം വരെ ഓരോ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോഴും നമ്മൾ സർ, മാഡം എന്നുള്ള വിളി നമ്മുടെ ജീവിതാവസാനം വരെ കൊണ്ടു നടക്കുകയാണ്. ഇനി സർക്കാർ ഒരു പക്ഷേ ഒരു ഉത്തരവിലൂടെ ഈ വിളി നിരോധിച്ചാൽ പോലും നമ്മൾ പഠിച്ചു വന്ന ശീലങ്ങളിൽ നിന്ന് നമുക്കൊരിക്കലും വ്യതിചലിക്കാൻ കഴിയുകയില്ല. ആ പാഠങ്ങൾ യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് താഴെ തട്ടിൽ നിന്നാണ്. ഇവിടെ നിന്ന് ടീച്ചർ എന്ന് വിളിച്ചു തുടങ്ങുന്ന ഒരു കുട്ടി ഇനി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ലിംഗനിഷ്പക്ഷ പദങ്ങളെക്കുറിച്ച് ആ കുട്ടി ബോധവാനാകുന്നതോടുകൂടി ആ കുട്ടി അത് കൃത്യമായിട്ട് അന്വേഷിക്കും. അങ്ങനെ നമ്മുടെ സർക്കാർ ഓഫീസുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ലിംഗ വേർതിരിവ്
ഇല്ലാതാക്കാനുള്ള ഭാഗമായി അവർ തന്നെ സ്വയം ചില പദങ്ങൾ അല്ലെങ്കിൽ തസ്തിക വിളിക്കുകയോ അവരെ പേര് വിളിച്ചിട്ട് ആ ഒരു മാറ്റത്തിലേക്ക് അവർ സ്വാഭാവികമായും നടന്നു കയറാൻ ഉള്ള സാധ്യതയാണ് ഇവിടെ ഈ ഒരു ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഗോപൻ പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനി അധ്യാപകർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു പുതിയ മാറ്റം ഉത്തരവ് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ അധ്യാപകർ ഇതിനെ നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനു മുമ്പേ അഭിപ്രായക്കാരനാണ്. എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ അവർ ടീച്ചർ എന്ന് വിളിച്ച് അറിയാണ്ട സോറി മാഷേ അല്ലെങ്കിൽ സാർ എന്ന് പറയുമ്പോൾ അപ്പോഴേ പറഞ്ഞു ടീച്ചർ എന്ന വാക്കാണ് ഒറ്റ വാക്ക്. ഈ ഒരു ആശയമൊക്കെ ഇങ്ങനെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാനതിനോട് അനുകൂലിക്കുന്ന ആളാണ്. എന്തായാലും മാറ്റങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നമുക്ക് ഈ ക്ലാസ് മുറിയിലെ കുട്ടികളിൽ നിന്ന് തന്നെ അത് കേൾക്കാം. എന്ത് മാറ്റം ഉണ്ടായിട്ടുള്ള എന്താ അധ്യാപകർ വന്ന എന്താ പറയാ? ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18.